കൂട്ടുകാരി നമ്മുടെ സുഗമോദേവി ഒരു തീപാറും പ്രമോ തന്നെയാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, അവിടെ ഇവിടെയും രഹസ്യങ്ങളുടെ ആ ഒരു കെട്ടുകൾ അഴിയുകയാണ്. നമ്മുടെ രജനിയുടെ വീട്ടിൽ പോയി നമ്മുടെ നന്ദനും മീരയും സംസാരിച്ച് അവരുടെ കല്യാണക്കാരെയൊക്കെ ഏകദേശം ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു ചെറിയ ഇഷ്ടക്കേടുണ്ട്, നമ്മുടെ ഗിരീഷ് ഏട്ടൻ്റെ അമ്മയ്ക്കൊരു ചെറിയ ഇഷ്ടക്കേടുണ്ട്. കാരണം നമ്മുടെ രജനിയുടെ രണ്ടാം വിവാഹമാണല്ലോ. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ ഏകദേശമൊക്കെ പറഞ്ഞ് സെറ്റാക്കുന്നുണ്ടോ. പക്ഷേ അപ്പോൾ നമ്മുടെ അപ്പുറത്താണെങ്കിൽ പ്രഭാവതിയുടെ നേർക്ക് നമ്മുടെ രജനിയും ആഞ്ഞടിക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പോകും, എൻ്റെ സ്വന്തം ജീവിതം ഞാൻ എന്താ പറയുക അതിലൊരു തീരുമാനം ഞാൻ എടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രചനയും നമ്മുടെ പ്രഭാവതിക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ദേവിയും നന്ദനും കൂടെ നമ്മുടെ ഗിരീഷേട്ടൻ്റെ വീട്ടിൽ നിന്നും കാറിന് പോകും വഴി നമ്മുടെ മീര അവരെ ഒരുമിച്ച് കാറിൽ പോകുന്നത് ഇങ്ങനെ കാണും. അപ്പം മീര ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ, നന്ദൻ്റെ കൂടെ ദേവികയാണല്ലോ, ഇതെന്താ ഇവരിങ്ങനെ ഒരുമിച്ച് പോകുന്നേ എന്നും പറഞ്ഞ് ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന രംഗമാട്ടോ കൂട്ടുകാരെ നമുക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത്. ഇനി സുഗമോദേവിയിൽ ഒരു എന്താ പറയുക ഒരു കാട്ടുതീ പോലത്തെ എപ്പിസോഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം മീര ഇത് നമ്മുടെ ചന്ദ്രോത്തെത്തുമ്പോൾ ചോദ്യം ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ദേവിയോ നന്ദനോ ആരെങ്കിലും പൊട്ടിത്തെറിച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം. തീർന്നു എന്നല്ല, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. പിന്നെ നന്ദനും ദേവിക്കും ഫ്രീ ആയിട്ട് പോകാം, എവിടെയാണെങ്കിലും ജീവിക്കുകയും ചെയ്യാം അല്ലേ കൂട്ടുകാരെ. എന്തായാലും മീര അറിയേണ്ട താമസമേ ഉള്ളൂ നമ്മൾക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.